നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ഡോക്ടർ വിളിച്ചു പറഞ്ഞതിൽ സത്യം ഉണ്ടാവോ? എടോ, ആ ഡോക്ടറുടെ തലയ്ക്ക് സാരമായ എന്തോ കുഴപ്പമുണ്ട്. പൊതുവെ ഈ സൈക്കോളജിസ്റ്റുകൾ പലരും ചെറിയ കാര്യങ്ങൾ വലുതായി പ്രതിഫലിപ്പിക്കുന്നവരാ. സർ, ഡോക്ടർ ഗബ്രിയേൽ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് അവിടം വരെ പോയി നോക്കിയാലോ? എടോ, രാത്രി മുന്നറിയിപ്പൊന്നും ഇല്ലാതെ ഒരു ഇല്ലത്തേക്ക് പോലീസ് ചെന്ന് കയറിയ ആ ഇല്ലത്തുള്ളവരൊക്കെ ഭയന്ന് പോയില്ലേ? ആ ഡോക്ടർ വെറുതെ ഇങ്ങനെ വിളിച്ചു പറയില്ല സർ. എന്തോ പ്രശ്നമുണ്ട്. പൂജയുടെ മറവിൽ പല ക്രൈമുകളും നടക്കുന്നുണ്ട്. വടക്കിലത്തേക്ക് പോണോന്നാണോ താൻ പറയുന്നത്? ഒന്ന് പോയി നോക്കാം സാർ. വണ്ടിയെടു. ശരിക്കും എന്താ പറ്റിയേ? സാർ എന്തോ ഒന്ന് കുറുകെ ചാടി. സാറ് കണ്ടില്ലായിരുന്നു? മോളുടെ കയ്യിലെ ഏലസ് എവിടെ? അത് പൊട്ടിപ്പോയി മുത്തശ്ശ. അല്ല, ഏലസ് പൊട്ടിയതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാരമില്ല. രക്ഷാകവചമായി തൃക്കണ്ണാപുരത്തെ മൃത്യുഞ്ജയ യന്ത്രം കയ്യിലില്ലേ? അത് ഫോണില. ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾ ഇല്ലത്ത് കയറിയായിരുന്നു. ഫോൺ അവിടെ വെച്ചു. അതെപ്പോഴും കൂടെ കരുതേണ്ടതല്ലേ മോളെ? എന്തിനാ അത് ഇല്ലത്ത് വെച്ചിട്ട് പോന്നേ? ഞാൻ പോയി എടുത്തിട്ട് വരാം. ദീദി, ഞാൻ കൂടെ വരാം. നിങ്ങള് രണ്ടുപേരും ഒരുമിച്ച് പോയാൽ എങ്ങനെയാ? ഒരാൾ ഇവിടെ വേണ്ടേ? നിധി ചേച്ചിയുടെ കൂടെ ഞാൻ പോയിട്ട് വരാം. മുത്തശ്ശ, ഞങ്ങളിപ്പോ വരാം. വാ ചേച്ചി. ചേച്ചി എവിടെയാ ഫോൺ വെച്ചേ? എന്റെ പേഴ്സിനകത്താണെന്നാ തോന്നുന്നത്. ഇതിനകത്ത് കാണുന്നില്ല. ഇല്ലേ? എന്റെ ഫോൺ പിന്നെ എവിടെ പോയി? ഇവിടെ എവിടെയെങ്കിലും കാണും. നമുക്ക് നോക്കാം. ചേച്ചി അവിടെ നോക്ക്, ഞാൻ ഇവിടെ നോക്കാം. ഞാനത് എവിടെ പോയി? കറണ്ട് പോയല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അവരെന്താ നിന്റെ ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കൂ. അയ്യോ, എന്റെ ഫോൺ വണ്ടിയില്ല ചേച്ചി. ഇനി എന്ത് ചെയ്യും? ചേച്ചി ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഇവിടെ എവിടെയെങ്കിലും ചേച്ചിയുടെ ഫോൺ കാണും. നമുക്ക് നോക്കിയെടുക്കാം. ഇവളുടെ പൂജ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇനി ഇവളെ ഞാൻ പുറത്തു വിടില്ല.
ഫോൺ എടുക്കാൻ പോയ നിധിയെയും വൃന്ദയെയും കാണുന്നില്ലല്ലോ. മുത്തശ്ശ ചേച്ചി വൃന്ദയുടെ നിലവിളിയല്ലേ കേട്ടത്? മുത്തശ്ശ ഓടി വരണേ. അയ്യോ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. മുത്തശ്ശ